गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परब्रह्मं तस्मै श्री गुरवे नमः। ओम आपदामपहर्तारं दातारं सर्वसंपदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहं। भूयो भूयो नमाम्यहं। രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മഹത് വ്യക്തിത്വം രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബാലി എന്ന കഥാപാത്രമാണ്. കേട്ടിട്ടുണ്ടാവും, കവിശ്രേഷ്ഠന്മാർ വാനരപ്പടയിലെ ഏറ്റവും ബലവാനാണ് ബാലി അറിയപ്പെടുന്നത്. ദേവേന്ദ്രൻ്റെ പുത്രനാണ് ബാലി. കിഷ്കിന്ധയിലെ രാജാവുമാണ്, സുഗ്രീവൻ്റെ ജ്യേഷ്ഠനുമാണ്. ഇതെല്ലാം നമുക്ക് സുപ്രസിദ്ധമായി അറിയാവുന്ന ഒരു കാര്യമാണ്. കിഷ്കിന്ധയിലെ രാജാവാണ്, സുഗ്രീവൻ്റെ ജ്യേഷ്ഠനാണ്. ബാലിക്കുള്ളൊരു പ്രത്യേകത മറ്റൊരു വാനരന്മാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ബാലിക്കുണ്ട്. അതുകൊണ്ടാണ് ബാലിയെക്കുറിച്ച് പറയണം എന്ന് തോന്നിയത്. അദ്ദേഹത്തിന് വലിയൊരു വരബലമുണ്ട്. ആ ബലം എന്ന് പറയുന്നത് ലോകത്തിലൊരു ശക്തിക്കും ബാലിയെ നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന വരബലം ലഭിച്ചിട്ടുള്ള മഹാനുഭാവനാണ് ബാലി എന്ന കവിശ്രേഷ്ഠൻ. എന്താ വരം? ആര് തന്നെ തന്നോട് യുദ്ധത്തിന് വന്നാലും നേരിട്ട് യുദ്ധത്തിന് വരുന്ന ആളുടെ ശക്തിയുടെ പകുതി ഭാഗം കൂടി ബാലിക്ക് ലഭിക്കും. ദേവേന്ദ്രൻ യുദ്ധത്തിന് ചെന്നാൽ ദേവേന്ദ്രൻ്റെ പകുതി ബലം ബാലിക്ക് കിട്ടും. രാവണൻ യുദ്ധത്തിന് വന്നാൽ രാവണൻ്റെ പകുതി ബലം ബാലിക്ക് കിട്ടും. അപ്പം എന്ന് പറഞ്ഞാൽ തൻ്റെ ബലത്തോടൊപ്പം ശത്രുവിൻ്റെ പകുതി ബലം കൂടി ലഭിക്കുന്ന ഒരു വരബലം എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ ബാലിയെ തോൽപ്പിക്കുന്നത്? അതുകൊണ്ട് ശ്രീരാമചന്ദ്രനാണെങ്കിൽ പോലും നേരിട്ട് യുദ്ധം ചെയ്താൽ ബാലിയെ തോൽപ്പിക്കാനാവില്ല. കാരണം എന്താ? ശ്രീരാമചന്ദ്രൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ പകുതി ഭാഗം കൂടി ബാലിക്ക് ലഭിക്കുമെന്ന വരബലം കിട്ടി. അങ്ങനെയുള്ള 7-14 ലോകത്തിൽ ഒരു ശക്തിക്കും ബാലിയെ തോൽപ്പിക്കാനാവില്ല. ബാലിയുടെ വരബലം എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. വലിയ താപസ ശ്രേഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹം ചെയ്തിട്ടുള്ള തപസ്സിൻ്റെ ഒരു വലിയ കണക്കുണ്ട്. അപ്പം അത്ര വലിയ നീണ്ട അഹോരാത്രമായ തപസ്സിൻ്റെ ഫലമായിട്ട് ലഭിച്ചിട്ടുള്ള സിദ്ധിയാണ് അദ്ദേഹത്തിന്, ആ വരബലമാണ്. അതുകൊണ്ട് ഒരു വലിയ ബലം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ രാവണന് വലിയൊരു അബദ്ധം പറ്റിയൊരു സംഭവം രാമായണത്തിലുണ്ട്. എന്താ? ബാലി ഇങ്ങനെ ഓരോ കടവുകളിൽ പോയി തർപ്പണം നടത്തി, പൂജകൾ നടത്തി, എത്രയോ വർഷങ്ങൾ നീണ്ട വലിയ ഒരു യാത്രയായിരുന്നു. വലിയൊരു തപസ്സാണത്. അങ്ങനെ ഓരോ കടവിൽ പോയി, ഓരോ സമുദ്രത്തിൽ പോയി വലിയ വലിയ തപസ്സുകൾ, ധ്യാനം അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ബാലി തപസ്സിൻ്റെ പുണ്യതീർത്ഥങ്ങളിലൊക്കെ പോകുമ്പോൾ നാരദനൊരു ചെറിയ പണി പറ്റിച്ചു. നാരദനെക്കുറിച്ച് നമുക്കറിയാം, നാരദൻ ആരാന്ന് അല്ലേ? നാരദൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മളൊരു വഴിയെ പോകുമ്പോൾ ഒരാളെ കണ്ടാൽ പറയും ആ പോകുന്ന ഒരു നാരദനാണ്. അപ്പം നാരദൻ സുപ്രസിദ്ധനാണ്, എല്ലാവർക്കും അറിയാം ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത അല്ലേ? ഏഷണിക്കാരൻ എന്നാണല്ലോ അറിയുന്നത്. ഏഷണിക്കാരനൊന്നും അല്ല, ധാർമ്മികനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും പൊതുവേ നമ്മൾ അറിയുന്നത് അങ്ങനെയാണ്. അതിരിക്കട്ടെ. അങ്ങനെ നാരദൻ ഒരു ചെറിയ പണി വെച്ചു. എന്താ? രാവണൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് എപ്പോഴും നടക്കാണല്ലോ. അങ്ങനെ നാരദൻ ഒരു ദിവസം രാവണപ്രഭുവിനെ കണ്ട് മുഖം കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ചുറ്റി നടക്കുന്ന വലിയൊരു മഹാനാണല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇവിടെ ഒരു കുരങ്ങൻ ഇരുന്ന് ഇങ്ങനെ തപസ് ചെയ്യുന്നുണ്ട്, ആ തപസ്സൊന്ന് മുടക്കണം എന്ന് പറഞ്ഞു. അതിനെന്താ ചെയ്യേണ്ടത്? തപസ് മുടക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാലിലാണല്ലോ വാനരന്മാർക്കുള്ള ശൗര്യവും വീര്യവും, അവരുടെ എല്ലാം അടങ്ങിയിരിക്കുന്ന വാലിലാണ്. വാല് പോയാൽ പിന്നെ ആ വാനരപ്പടയിൽ ഇവരെ ചേർക്കില്ല എന്ന്. അതുകൊണ്ട് വാലിലാണ് അവരുടെ ബലമിരിക്കുന്നത്. അതുകൊണ്ട് ആ വാലിൽ തീ കൊളുത്തി എന്തോ വേണം, വാലെല്ലാം നശിപ്പിക്കണം എന്ന ഒരു ചെറിയ സൂചനയൊക്കെ കൊടുത്തു എന്നാണ്. അങ്ങനെ രാവണൻ മെല്ലെ ഈ ബലിതർപ്പണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പുണ്യതീർത്ഥത്തിൽ തർപ്പണം നടത്തിയിരുന്ന ബാലി എന്ന കവിശ്രേഷ്ഠനെ കണ്ടു. ഒരു കുരങ്ങൻ ഇങ്ങനെ തപസ് ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ട് അത് മുടക്കാം. അങ്ങനെ നീണ്ടു കിടക്കുന്ന വാലിൽ ചെന്ന് പതുക്കെ രാവണൻ അങ്ങനെ ചുറ്റി പിടിച്ചു എന്നാണ്. പതുക്കെ പന്തമൊക്കെ ചുറ്റി ശരിയാക്കാൻ തുടങ്ങി. ചുറ്റി വന്ന വഴിക്ക് ബാലി എന്ത് ചെയ്തു? തൻ്റെ രൂപത്തിന് ആ വാലിനൊരു വലിപ്പം അങ്ങോട്ട് കൂട്ടിയിട്ട് രാവണനെ വരിഞ്ഞു മുറുക്കി കംപ്ലീറ്റ് പൂർണ്ണമായി ആ വാനരശ്രേഷ്ഠനായ ബാലിയുടെ വാലിൽ അങ്ങനെ ചുറ്റി കടന്നു എന്നാണ്.
ചുറ്റിക്കടന്നിട്ടും ബാലിയെ തപസ്സൊന്നും മുടക്കിയിട്ടില്ല. ബാലിയെ പുണ്യതീർത്ഥങ്ങൾ തോറും ഇങ്ങനെ തീർത്ഥാടനം നടത്തി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അനേക വർഷം, കുറേ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ ഈ തർപ്പണക്രിയകളും പൂജകളും ഈ സമുദ്രത്തിലേക്കുള്ള യാത്രകളും ഒക്കെ അവസാനിപ്പിക്കുന്നത്. കുറേ കഴിഞ്ഞിട്ടാണ്. എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് വാലിൽ എന്തോ വസ്തു കിടക്കുന്ന മട്ടിലൊന്നും തിരിഞ്ഞു. അല്ല, ഇതാരാ ഈ വാലിൽ ചുറ്റിക്കിടക്കുന്നത് എന്ന് ചോദിച്ചു എന്നാണ്. മാപ്പാക്കണം എന്ന് രാമായണത്തിൽ പറയുന്നു. ബാലിയോട് കീഴടങ്ങി രാവണൻ. അങ്ങനെ അവസാനം കെട്ടഴിച്ചു വിട്ടുവെന്നാണ്. ഇപ്പം നോക്കൂ, ശക്തനായിട്ടുള്ള രാവണന് നിസ്സാരമായ ബാലി എന്ന ചെറിയ ഒരു വാനര ശ്രേഷ്ഠൻ, രാവണൻ നോക്കുമ്പോൾ ഒരു ചെറിയ വാനരനാണ്. ബാലി ആരാണെന്നുള്ള അറിവൊന്നും രാവണനുണ്ടായിരുന്നില്ല. അതറിഞ്ഞെങ്കിൽ ഒരു പക്ഷേ അതിന് പോകില്ല. അപ്പോൾ അങ്ങനെ നാരദൻ വെച്ച ഏഷണിക്ക് വിധേയനായി രാവണൻ ബാലിയെ പിടിച്ചു കെട്ടാൻ ചെല്ലുകയും അങ്ങനെ രാവണൻ ബാലിയുടെ വാലിൽ അനേക വർഷം, നിരവധി വർഷങ്ങൾ അങ്ങനെ ചുറ്റി വരിഞ്ഞ് കിടന്നു എന്നാണ്. അതിനുശേഷം അഴിച്ചു വിട്ടു. ശരി, അത്രയും പ്രശസ്തനായിട്ടുള്ള രാവണന് പോലും അബദ്ധം പറ്റുകയും വലിയ ആയോധനശേഷിയും ആയുധബലവും ശക്തിയും 20 കൈകളും 10 തലയുമുള്ള അത്ര ആരോഗ്യമുള്ള ബലവാനായ വീരശൂര പരാക്രമി ലങ്കയുടെ രാജാവ്, അതുമാത്രമല്ല ദേവലോകം വരെ കീഴ്പ്പെടുത്തി ദേവേന്ദ്രനെ വരെ പിടിച്ചു കെട്ടിക്കൊണ്ട് തൻ്റെ രാജധാനിയിൽ കൊണ്ടുവന്ന ഇന്ദ്രജിത്ത് എന്ന മകൻ സ്വന്തമായുള്ള ഈ രാജാവിന് ഒരു നിസ്സാരനായ വാനരൻ്റെ മുമ്പിൽ ആ വാലിൽ ചുറ്റിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വലിയ സന്ദേശമാണ്. ആരെങ്കിലും പറയുന്നത് കേട്ട് അധർമ്മം പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ എത്ര ശക്തനായാലും എന്തു പറ്റും? അധർമ്മം വിജയിക്കില്ല, ധർമ്മമേ വിജയിക്കൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ രാജാവായാലും എത്ര ശക്തനായാലും ബലവാനായാലും ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. തൻ്റെ നില എന്താണെന്ന് നോക്കണം, താൻ ആരാണെന്ന് നോക്കണം. അതുപോലെ താൻ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ചെറിയ ശക്തിയാണോ വലിയ ശക്തിയാണോ എന്ന് പരീക്ഷിക്കണം, അറിയണം. നമ്മൾ അശക്തനാണ്, വലിയ പ്രാധാന്യമില്ലാത്ത ഒരു കുരങ്ങനാണ് എന്നൊക്കെ വിചാരിച്ചു പോയ രാവണന് പറ്റിയ വലിയ അബദ്ധമാണ്. അപ്പം അതുകൊണ്ട് രാവണൻ ആരുടെ ഉപദേശം കേൾക്കില്ല. നമുക്ക് രാവണനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലേ? രാവണൻ്റെ ഭാര്യയായിട്ടുള്ള മണ്ഡോദരി ഉപദേശിച്ചു. ആ ഉപദേശം കേട്ടില്ല. ആര്യപുത്ര, അങ്ങ് സീതാദേവിയെ കൊണ്ട് രാമന് കാഴ്ചവെക്കൂ, രാമൻ്റെ പടിക്കൽ രാമൻ്റെ പാദത്തിൽ സമർപ്പിക്കണമെന്ന് സീതാദേവി പലവട്ടം രാവണനെ ഉപദേശിക്കുന്നുണ്ട്. രാവണൻ കേട്ടില്ല. ഇതാ കാരണം, ഉപദേശം കേൾക്കാൻ ആളല്ല. കാരണം അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. വരബലം കൊണ്ട് തന്നെ ആരും കീഴ്പ്പെടുത്തില്ല. മനുഷ്യരല്ലാതെ മറ്റാരും എന്നെ കൊല്ലരുതെന്നാണ് വരം വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആരും എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തില്ല എന്ന ഉത്തമമായ വിശ്വാസമുണ്ടായിരുന്ന രാവണൻ ആരെയും കൂസാതെ അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ബാലിക്കുള്ള പ്രത്യേകത എന്നാ? ബാലി ദേവേന്ദ്രൻ്റെ പുത്രൻ. അതുകൊണ്ട് ബാലിക്കുള്ള അത്രയും വരബലം, ബാലിക്കുള്ള വരബലം വേറെ. മറ്റൊരു കാര്യം, ദേവേന്ദ്രൻ്റെ പുത്രനും കൂടിയാണ്. ബാലിയുടെ ഭാര്യയെക്കുറിച്ച് നമുക്കറിയാം, താര. വളരെ പ്രശസ്തമായിട്ടുള്ള ആ രാമായണത്തിലെ ഒരു കഥാപാത്രമാണല്ലോ താരാദേവി. താരയുടെ ഉപദേശവും താരാവിലാപവും രാമായണത്തിലെ പ്രസിദ്ധമായൊരു സന്ദർഭമായി കാണുന്നുണ്ട്. ബാലി വധം ചെയ്തതിന് ശേഷം സുഗ്രീവനും ബാലിയുമായിട്ടുള്ള യുദ്ധം നമുക്കറിയാം. അത് വിവരിക്കുന്നില്ല, അത് നമ്മൾ പിന്നീട് വരുമ്പോൾ ഓരോ പ്രാവശ്യമായി അറിയിക്കുന്നതാണ്. ബാലിയും സുഗ്രീവനുമായിട്ടുള്ള യുദ്ധം നടന്നു. അത് യുദ്ധത്തിന് കാരണവുമുണ്ട്, രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ? സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയ ബാലി, അധർമ്മിയായിട്ടുള്ള ബാലിയെ വധം ചെയ്ത് രാമൻ എന്താ പറയുക, ധർമ്മം നിറവേറ്റുവാൻ വേണ്ടി ബാലി വധം ചെയ്തു. ഇപ്പോൾ ബാലിക്ക് മനസ്സിലായ കാര്യം, പദാരവിന്ദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചു, ബാലിക്ക് മോക്ഷം കൊടുത്തു. അങ്ങനെയുള്ള ബാലി മരിച്ചു കഴിഞ്ഞപ്പോൾ ബാലിയുടെ സഹധർമ്മിണിയായിട്ടുള്ള സത്യധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് താരാദേവി. ആ താരാദേവിയുടെ വിലാപമുണ്ട്. താരാവിലാപം രാമായണത്തിലെ പ്രസിദ്ധമായ ഭാഗമാണ്. അത് കേട്ടാൽ നമുക്കും തോന്നും, എന്തിനാണ് ഈ കുരങ്ങനെ കൊന്നത്? ഈ കുരങ്ങൻ്റെ മാംസം ഭക്ഷിക്കുവാൻ ഒക്കുമോ? എൻ്റെ മലയാള അർത്ഥം ഞാൻ പറയണം, രാമായണത്തിലെ പ്രതിപാദ്യമാണ്. ഈ കുരങ്ങനെ കൊന്നത് എന്തിനാണ്? രാവണൻ ഒരു പ്രാവശ്യം ഈ എൻ്റെ ഭർത്താവിൻ്റെ ഈ ബാലിയുടെ വാലിൽ എത്രയോ വർഷം കിടന്ന് ചുരുട്ടിക്കെട്ടി ഈ സമുദ്രങ്ങൾ തോറും തർപ്പണം നടത്തുവാൻ പോയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വാലി കുടുങ്ങിയവനാണ് ഈ രാവണൻ. നിസ്സാരമായി അങ്ങൊന്ന് അപേക്ഷിച്ചാൽ, ഹേ രാമഭഗവാനെ, അങ്ങ് എന്തിനാണ് ഇദ്ദേഹത്തെ കൊന്നത്? സീതാദേവിയെ കൊണ്ട് തിരിച്ചു തരാൻ രാവണനോടൊന്ന് ആജ്ഞാപിച്ചാൽ മതി. എൻ്റെ ഭർത്താവ്, അത്രയ്ക്കും കഴിവുള്ള എൻ്റെ ഭർത്താവിനെ അങ്ങ് എന്തിനാണ് വധിച്ചത്? തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഇത് കേട്ടാൽ ആധുനിക ലോകം മുഴുവനും ശ്രീരാമചന്ദ്രനെ അധർമ്മിയായി കാണുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്
രാമായണത്തിൽ താരാവിലാപത്തിലൂടെ ഭഗവാനോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ് താരാദേവി. ദുഃഖം സഹിക്കവയ്യാതെ ഭർത്താവിൻ്റെ ശവശരീരം കണ്ടിട്ട് ദുഃഖം അടക്കാനാവാതെ താരാദേവി നിന്ന് തേങ്ങിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അക്ഷരം അതിനകത്ത് വ്യത്യസ്തമല്ലാത്ത രീതിയിൽ പദ്യ രൂപത്തിലാണ് ഞാൻ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഭഗവാൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. വലിയ വേദസാര സന്ദേശമാണ് രാമായണത്തിലെ താരാ വിലാപത്തിന് മറുപടിയായി ഭഗവാൻ കൊടുക്കുന്ന താരോപദേശം. വലിയ വലിയ സന്ദേശമാണ്. അത് വലിയ തത്വജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊൽക നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വമാംസരക്താസ്തി കൊണ്ടടോ. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലലുണ്ടായി അത് നിനച്ചേതുമേ. രാമായണത്തിലെ ശ്ലോകമാണ്. താരോപദേശം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. രാമൻ ചോദിക്കുകയാണ്, നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊൽക നീ. എന്താണ് നിന്റെ ഭർത്താവ്? ഈ മരിച്ചു കിടക്കുന്ന ജഡമാണോ, അതോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ജീവാത്മസ്വരൂപമുണ്ടായിരുന്നു, ആ ജീവാത്മാവാണോ? വലിയ വലിയ തത്വജ്ഞാനമാണ് രാമൻ താരയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിന്റെ ഭർത്താവ് ജീവനാണോ, ഈ മരിച്ചു കിടക്കുന്ന ജഡമാണോ എന്ന് ചോദിക്കുകയാണ്. അതുമാത്രമല്ല, പഞ്ചഭൂതാത്മകമായിട്ടുള്ള നശ്വരമായിട്ടുള്ള പഞ്ചഭൂത നിർമ്മിതമായ നശ്വരമായ ശരീരം നശിക്കേണ്ടത് തന്നെയാണ്. അതിനുള്ള ജീവാത്മാവാണ് പരമപ്രധാനം. നിശ്ചേഷ്ട കാഷ്ടതുല്യം നിശ്ചയമോർക്കമീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. എത്ര വലിയ തത്വജ്ഞാനമാണ് നോക്കൂ. നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ. ഇല്ല മരണം ജനനവുമില്ല കേൾ. ജനിക്കുകയും മരിക്കുകയുമില്ലാത്ത ആ ജീവാത്മാവിനെ കുറിച്ച് നീ എന്തിനാണ് ദുഃഖിക്കുന്നത് താരേ? അതുകൊണ്ട് ആ ജീവാത്മാവ് ഞാൻ തന്നെയല്ലേ. ആ പരമാത്മ സ്വരൂപത്തിലേക്ക് വിലയം പ്രാപിക്കുവാൻ ഇതാ ബാലിയെ ഞാൻ സന്നദ്ധമാക്കിയിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബാലി എന്നിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നതാണ്. ആ പരമാത്മാവിലേക്ക് ആ ജീവാത്മാവിനെ ഞാൻ ആവാഹിച്ചെടുത്തിരിക്കുന്ന പ്രക്രിയയാണ്. അതിൻ്റെ കർമ്മം പൂർത്തീകരിച്ചപ്പോൾ ആ ജഡരൂപമായിട്ടുള്ള ഭൗതിക ശരീരമാണ് ഈ കിടക്കുന്നത് താരേ. നീ എന്തിനാണ് വിലാപം? നീ എന്തിനാണ് കരയുന്നത്? നിന്റെ ദുഃഖം എന്തിനോർത്തിട്ടാണ്? ഈ കിടക്കുന്ന ജഡമാണോ നിന്റെ ആ ഭർത്താവ് എന്ന് ചോദിച്ചുകൊണ്ട് ആ വലിയ തത്വജ്ഞാനത്തിൻ്റെ സന്ദേശം, ആ സാര സന്ദേശമാണ് താരാ ഉപദേശം. താരാവിലാപത്തിന് മറുപടിയായി ശ്രീരാമ ഭഗവാൻ ഉപദേശിക്കുന്ന താരോപദേശം രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ബാലി എന്ന കവിശ്രേഷ്ഠൻ വളരെ ശ്രേഷ്ഠമായ സ്ഥാനത്ത് എത്തിച്ചേരുവാൻ വേണ്ടി അദ്ദേഹം അധർമ്മമായിട്ടുള്ള കർമ്മം ചെയ്തുവെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ ആ പശ്ചാത്താപത്തിൻ്റെ ഫലമായി സുഗ്രീവനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ആ ധർമ്മയുദ്ധത്തിലൂടെ ശ്രീരാമചന്ദ്രപ്രഭു കീഴ്പ്പെടുത്തിയ ബാലിക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ട് പശ്ചാത്താപത്തോടു കൂടി കഴിഞ്ഞിരുന്ന ബാലിയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ, മോക്ഷം കൊടുക്കുവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിന് സാധിച്ചു. ബാലി എന്ന മഹാത്മാവ് എന്നും രാമായണത്തിൽ ജീവിച്ചിരിക്കുന്ന ആ വലിയ കഥാപാത്രത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ബാലിയുടെ പദാരബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഹരി ഓം.